വർക്കൗട്ടായിരുന്നു കൊള്ളാം. നമ്മൾ പ്രത്യേകിച്ചും അറിയില്ല, നമ്മൾ 9 വർഷം ഏകദേശം 10 വർഷമാകും ഒരുമിച്ച് അഭിനയിക്കാൻ തുടങ്ങിയത്. നിഷയുടെ വേറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വളരെ വ്യത്യസ്തമായ സംഭവം. ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇതൊരു മിഡിൽ ഏജും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ വരുന്ന പറഞ്ഞാൽ ഓൾഡ് ഏജൊക്കെയാണ്. വളരെ സക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് മൈന്യൂട്ട് സംഭവങ്ങൾ പോലും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന പക്ഷെ മാത്രമല്ല പോളി ചേച്ചി ഇവിടെ കൃഷ്ണേന്ദ്ര പ്രസാദ് ഒരുപാട് എല്ലാ ആക്ടേഴ്സും ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളിപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ആക്ടേഴ്സൊക്കെ ആയതുകൊണ്ട് കൂടുതലും സിനിമ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അഭിനയം നമ്മൾ നോക്കുമല്ലോ, അതിന് അഭിനേതാവെന്നുള്ള കവിഞ്ഞ ക്യാരക്ടർ ആയിട്ട് എല്ലാവരും അതിൻ്റെ ഒരു ലെവലിൽ സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചു എന്നുള്ള എല്ലാവരും. നല്ല കഥ, അന്യം നിന്ന് പോയി നമുക്കറിയാം എഴുത്തോല എന്നൊക്കെ പറയുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നപ്പോൾ ഞാൻ മണ്ണിൽ എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടമൊക്കെ പോയി അത് വീണ്ടും കാണാനും അനുഭവിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല സിനിമ കണ്ട് ഇമോഷണലൊക്കെ ആവും, ചിലപ്പോൾ കരയും. ചേട്ടൻ്റെ കരഞ്ഞോ പടം കണ്ടിട്ടത്? അല്ല, കരഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മൾ കരയാൻ വേണ്ടി കരയില്ലല്ലോ, സന്തോഷമല്ല. അത് അങ്ങനെ നമ്മൾ അത് ചെല്ലുമ്പോൾ അങ്ങനെ കരയും. ചെറിയ ഇമോഷണലൊക്കെ ഞാൻ കരയും. പക്ഷേ ഇത് കുറച്ച് ഭയങ്കര രസമാണ്. അതിനുവേണ്ടി നമ്മൾ കരയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അറിയാൻ നമ്മൾ അവരുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ അമ്മ കഥാപാത്രങ്ങൾക്ക് ഒരു പകരം വയ്ക്കാനായിട്ടൊരു ആളായി മാറിയിരിക്കുകയാണ് നീലു. തീർച്ചയായിട്ടും നമുക്ക് പറയാം. ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ പുരുഷ ആൾക്കാരെടുത്താൽ അതിൽ തീർച്ചയായിട്ടും വിഷ പെടും എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പം ഇറങ്ങിയ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. അതിനപേക്ഷിച്ച് ഇത് വളരെ ഫാർ ബെറ്റർ, ഒരുപാട് ആക്ടിങ് ലെവൽ കണ്ട് കഴിഞ്ഞിട്ട് ഒരിക്കലും അധികം എനിക്ക് പറയാറില്ല. ഞാൻ ആദ്യമായിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ്. നല്ല മൂവിയാണ്.